നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എംപിമാർ എല്ലാം കഴിഞ്ഞ് ആ സ്ഥലത്ത് പോയി കണ്ണീരൊഴുക്കി അവരുടെ മുമ്പ് നാടകം കളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിന് കൊടുത്ത് ടിവിയിൽ വരുത്തി പോകുന്ന അത്തരം പൊറാട്ട് നാടകക്കാരായിട്ടുള്ള കുറെ രാഷ്ട്രീയക്കാർ എംപിമാർ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലമായി രാഹുൽ ഗാന്ധിയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുമാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലുള്ള ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് ആ മരിച്ച ദിവസം പോലും നമ്മുടെ എംപിക്ക് ആ വീട്ടിൽ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. പ്രതിഷേധം രൂക്ഷമായ പ്രതിഷേധത്തിനിടയിലാണ് ഇന്ന് ആ വീട് സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധി വരുന്നത്. എന്ത് കാണാനാണ് വരുന്നത്? പശുവും ചത്ത് മോറ്റിലെ പുളിയും തീർന്നു എന്നിട്ടാണ് ആ വീട് സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ വരുന്നത്. അവിടെ ഈ തരം സന്ദർഭങ്ങളിൽ ഇടപെടാനും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്താനും പാർലമെന്റിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ആവശ്യമായ രൂപത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തി നിയമ ഭേദഗതി നടത്താൻ എന്ത് കാര്യങ്ങളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ആയാലും. രാഹുൽ ഗാന്ധി ഇപ്പോൾ പഴയ രാഹുൽ ഗാന്ധിയല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല? അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഈ വിവരം ഇവിടെ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിയന്തരമായും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുന്ന എംപി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാവാതെ ഇന്നിപ്പോൾ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവരികയാണ്. ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്കാർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്ന രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നത് അങ്ങേയറ്റം ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ.